പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. അതൊരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാവ് നമ്മൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. തിന്മയുടേതായ ഉപയോഗങ്ങളെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ പറയുക. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ സ്നേഹം പ്രകടിപ്പിക്കുവാനും എല്ലാം ഉപയോഗിക്കണം. എന്നാൽ തിന്മയുടേതായ ഉപയോഗങ്ങൾ അത് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. ഇന്ന് മനുഷ്യനാവിനേക്കാൾ ഏറെ അപകടം പിടിച്ച ഒരു നാവ് മീഡിയ. ഒരുപക്ഷെ നവമാധ്യമങ്ങൾ വഴി നമ്മൾ ഒത്തിരി പേരെ വേദനിപ്പിക്കുന്നു. പുതിയ നാവിന്റെ ഉപയോഗം എന്ന നിലയിൽ നമുക്കതിനെ പറയാം, അല്ലെ പുതിയ നാവെന്ന് വേണമെങ്കിൽ പറയാം. അതുവഴിയായി ധാരാളം ആളുകളെ വേദനിപ്പിക്കാനും അപകീർത്തിപ്പെടുത്താനും അവരെ അവഹേളിക്കുവാനും ഒക്കെ ഈ നാവ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യനാവ് മാത്രമല്ല, ഈ വിധത്തിലുള്ള നാവിന്റെ ഉപയോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും അനേകം ആളുകളെ അത് വെറുപ്പിക്കും. അനേകം ആളുകളെ നമ്മുടെ ബന്ധത്തിൽ നിന്നും പുറത്താക്കും. തീർച്ചയായും വലിയ അപകടം തന്നെയാണ്. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക ഇന്ന് ആവശ്യമാണ്. എന്റെ നാവിന്റെ ഉപയോഗം എങ്ങനെയുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ആത്മശോധന ചെയ്യുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പരിശ്രമിക്കും. തിന്മയാണെങ്കിൽ അതിനെ നന്മയുടെ വഴിയിലൂടെ നയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.